അപ്പോഴേ കല്യാണമാകുമ്പോൾ ആദ്യം നമുക്ക് എന്താ മേടിക്കേണ്ടത്? സ്വർണ്ണം മേടിക്കണം. അതിനായിട്ട് ഞാൻ ഭീമയിലേക്കാണ് പോകുന്നത്. എന്തായാലും സ്വർണ്ണക്കടയിൽ പോകുന്നതല്ലേ, കുറച്ച് ഒരുങ്ങി തന്നെ പോയേക്കാം. നന്നായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി നല്ല സെറ്റപ്പായിട്ടാണ് കേട്ടോ പോണത്. ഈ പ്രായത്തിൽ കല്യാണം എന്ന് പറയുമ്പോൾ അത് വളരെ സ്പെഷ്യൽ ആണല്ലോ. അപ്പോൾ അതിന് മേടിക്കുന്ന സ്വർണ്ണം കുറച്ച് സ്പെഷ്യൽ ആയിരിക്കണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഭീമയിലേക്കാണ് പോയത്. ആദ്യം ഞങ്ങൾ ഡയമണ്ട് സെക്ഷനിലേക്കാണ് കേട്ടോ പോയത്. കുറച്ച് സ്റ്റഡൊക്കെ നോക്കണം, കുറച്ച് ഡയമണ്ട് സ്റ്റഡൊക്കെ നോക്കി. അപ്പോൾ ശില്പയാണ് കേട്ടോ എല്ലാം ഇട്ട് നോക്കുന്നത്. കാരണം ഞാൻ ഇടുമ്പോൾ എനിക്ക് അത്ര അറിയാൻ പറ്റത്തില്ലല്ലോ. ശില്പ ഇട്ട് നോക്കിയിട്ടാണ് കേട്ടോ അതൊക്കെ മേടിക്കുന്നത്. അങ്ങനെ കുറച്ച് കമ്മലും മൂക്കുത്തിയൊക്കെ നോക്കി. പിന്നെ പാദസരം മാറി മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ കൊടുത്തു. ഞങ്ങൾ സന്തോഷമായിട്ട് സാധനം മേടിച്ച് നേരെ ഇറങ്ങി. അപ്പോൾ ജയ്ക്കുട്ടൻ വളരെ ഹാപ്പിയാണ് കേട്ടോ സ്വർണ്ണമൊക്കെ മേടിച്ചപ്പോൾ. ആദ്യം കുഞ്ഞിൻ്റെ കയ്യിലേക്കാണ് കേട്ടോ ഞങ്ങൾ ഇതൊക്കെ കൊടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് തട്ടാൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ കാതുകുത്ത് കല്യാണമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ പ്രായത്തിലും കാതുകുത്തുവാണോന്ന്. എൻ്റെ കാതിന് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ കാതിന് തട്ടില്ല എന്ന്. 2-3 പ്രാവശ്യം എൻ്റെ കാത് കുത്തിയതാണ്. പക്ഷെ വീണ്ടും വീണ്ടും തട്ടില്ലാത്തതുകൊണ്ട് വിട്ടുപോരും. വലിയ കമ്മലൊന്നും ഇടാൻ പറ്റത്തില്ല. അപ്പോഴാണ് പുതിയൊരു ഐഡിയ തോന്നിയത്. ഇപ്പോഴത്തെ ആമ്പുടര് കുത്തുന്ന പോലെ നമ്മുടെ കാത് കുത്തിയും തൊട്ട് മുകളിൽ തന്നെ ഒരു കാത് കുത്തുക. നിലവിലുള്ള അവിടെ നിൽക്കുകയും ചെയ്യാം. തൊട്ട് മുകളിൽ കുത്തി കഴിയുമ്പോൾ അത് സെറ്റായി കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യത്തിന് നമുക്ക് കമ്മലിടുകയും ചെയ്യാം. ഇല്ലാത്തപ്പോൾ നമുക്ക് നോർമൽ കുഞ്ഞ് സ്റ്റഡ് ഇടുകയും ചെയ്യാം. എൻ്റെ ബോഡി പെട്ടെന്ന് പഴുക്കുന്ന ശരീരമാണ്. എൻ്റെ കാത് കുത്തിയപ്പോൾ അങ്ങനെയാണ് പല പ്രാവശ്യം പഴുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം മൂക്ക് കുത്താൻ പോയി കഴിഞ്ഞപ്പം ഞങ്ങളുടെ സ്റ്റാഫ് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ കാതുകുത്ത് നടക്കുന്നത് നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ്. ആ സമയത്ത് മരങ്ങളിൽ കായ് പിടിക്കുന്ന സമയമാണ്. അപ്പം നമ്മൾ കുത്തിയിട്ടുണ്ടെങ്കിൽ പഴുക്കത്തില്ലെന്ന്. അങ്ങനെ ഞാൻ പോയി ജനുവരി മൂക്ക് കുത്തി. എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഒന്ന് മാന്തിയ പോലും എൻ്റെ ബോഡി പെട്ടെന്ന് പഴുക്കുന്ന ഒരു നേച്ചറാണ്. പക്ഷെ എനിക്ക് പ്രശ്നം ഉണ്ടായില്ല. പിന്നെ അവരുടെ ആചാരപ്രകാരം മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ പഴുക്കുന്ന സമയമാണ്. കായകളൊക്കെ പഴുത്ത് ചീഞ്ഞു പോകുന്ന സമയമാണ്. ആ സമയത്ത് കുത്തിയ പഴുക്കുന്ന പറയണത്. അപ്പം 5 വർഷം മുമ്പ് മൂക്ക് കുത്തിയപ്പോൾ ഞാൻ ആ സമയം നോക്കിയെടുത്ത് കുത്തിയത്. എന്തായാലും മൂക്കിന് ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ കാത് കുത്തിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. തട്ടാൻ കുത്തുമ്പോൾ ഒരു വേദന ഇല്ല കേട്ടോ, ഒരു ഫീലിങ്സ് പോലും ഇല്ല. അപ്പം എൻ്റെ ഈ പ്രശ്നമുള്ള ഒത്തിരി പേരുടെ ഞാൻ കാത് കുത്തിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് കുത്തിയത്, എങ്ങനെയാണ്, ഏതാണെന്നൊക്കെ. പിന്നെ ഇതിന് ഇൻസ്പിറേഷൻ ആയത് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലെ മനീഷും കൂടിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഷീലു മാമിനെ കണ്ടു. ഷീലു മാമിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയുള്ളൂ കാത് കുത്തിയ വിശേഷം. വീണ്ടും കാണാം കേട്ടോ.